എന്റെ കൊച്ചു പോയി, എന്റെ കൊച്ചു കേൾക്കണം നോക്കിയാൽ ഇനി ആർക്കും സംഭവിക്കില്ല, ഇങ്ങനെ അനാഥരായൊരു മക്കൾ എന്നുള്ള നിർബന്ധം അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞെന്താന്നുള്ളത്. ഞങ്ങളെ കൊണ്ട് ഇനി ജനങ്ങളെ കൊണ്ട് നിങ്ങളുടെ പണി എടുപ്പിച്ചിരിക്കുന്നത് പക്ഷമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അല്ല ഇതോടൊക്കെ ഈ ആന വന്നിട്ട് ഇന്ന് 8 ദിവസമാണ്. ഇതുവരെ ആനേനെ വെടിവെക്കാനോ ഓടിക്കാനോ സാധിച്ചിട്ടില്ല. ഓടിച്ച് കർണാടക സ്റ്റേറ്റെന്ന് പറഞ്ഞാൽ തെരുക്കല്ലൂർ മൂലം മരക്കട പോലെ എല്ലാം കറങ്ങി വന്നു. ആന ഇനിയും വരില്ല, നിങ്ങൾ ഇനിയും വന്ന ആളെ കൊല്ലില്ല എങ്ങനെ ശ്രദ്ധിക്കും. കാരണവന്മാർ പറയുന്നുണ്ട് ഒരാളെ കൊന്നൊരു ആന 8 ദിവസം വരെ അവിടെ എന്ന് പറയുന്നുണ്ട്. ഇത് ഉണ്ടാകരുതെന്നുള്ള ദൈവം എഴുതി നിങ്ങൾ അത് ചെയ്യാൻ പറ്റുമോ? ഇത് ജാതിഭേദമില്ലാതെ രാഷ്ട്രീയമില്ലാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ചെയ്ത് തന്നിരിക്കണം ഞങ്ങൾക്ക്. അതിന്റെ ഒരു കാര്യം ചെയ്താണ് ഞങ്ങളെല്ലാവരും നാട്ടിലേക്ക് കയറാം. മൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് ഇറക്കി വിട്ടു. ഒരു പൗരക്കാരൻ ഡീപ്പ് ഒന്നും വന്നേച്ച് പോയാലും ചേട്ടന്മാരാരും കണി കണ്ടിട്ടില്ല. വിഷമം ഉണ്ടാവുക. ഇങ്ങനെയുള്ള സമയത്ത് ഒരു മനുഷ്യൻ ചങ്ക് പൊട്ടി നിങ്ങൾ ആരെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞു സമാധാനിപ്പിക്കാത്ത ഒരാളോ പറഞ്ഞോ, അതുപോലും ഉണ്ടായിട്ടില്ലെന്ന് ദുഃഖ സത്യം. എനിക്കൊരു കാര്യം നീനത് ഞാൻ പറയാം. ഇത് ഇവിടെ ഓലഞ്ചേരിയിലുള്ള നമുക്കുടെ MLA സാറിന്റെ നാട്ടിലുള്ളവർ പറഞ്ഞു, ആനേനെ ഞങ്ങള് സ്ഥലത്ത് സ്പോട്ടിൽ കൊണ്ട് നിർത്തുന്നവരാ. മയക്കുവെടി വെച്ച് കൊണ്ടുപോവുക, അല്ലെന്നൊരു വെടി വെച്ച് കൊല്ലുക. എന്നാന്ന് വെച്ചാൽ ഇത് കൃഷിക്കാര് താമസിക്കുന്ന സ്ഥലം. സർക്കാരിന്റെ സാധനം ഫോറസ്റ്റിൽ വളർത്തുക. ജനങ്ങളുടെ കൃഷി സ്ഥലത്ത് ഇറങ്ങാൻ പാടില്ല. പിന്നെ സർവകക്ഷി യോഗത്തിൽ പറഞ്ഞു ഇത് 2 കിലോമീറ്റർ ചുറ്റളവില് പശു മൃഗങ്ങളെ വളർത്താൻ പാടില്ല. ഞാൻ പറഞ്ഞിട്ട് പറയാം. കൃഷിക്കാർക്ക് വളക്കണില്ല. സർക്കാർ മാസം തോറും ഓരോ വീടുകളിൽ 25,000 രൂപ കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ സർക്കാരിന്റെ സാധനം സർക്കാരിന്റെ ഭൂമിയിൽ വളർക്കണം. കൃഷിക്കാരുടെ ഭൂമിയിൽ ഇറങ്ങിയിട്ട് ഇനി ഇങ്ങനെ സംഭവിച്ച ഒറ്റ ഒന്നിനെയും ഞങ്ങൾ വിടൂല. ഗ്യാരണ്ടി അത് പറയണം. വയനാട്ടിലെ കൃഷിക്കാരാണ് ഇത് പറയണത്. നിങ്ങളോട് വഴക്ക് കൂടുവല്ല, വയനാട്ടിലെ കൃഷിക്കാരാണ് പറയണത്. ഇനി വയനാട്ടിലെ കൃഷിക്കാരുടെ കൃഷിഭൂമിയില് ഒരു കാട്ടുമൃഗം ഇറങ്ങാൻ പാടില്ല. ഒരാൾക്ക് ഇത് സംഭവിച്ചാൽ ഒന്നിനെയും ഞങ്ങൾ വിടൂല. ഇത് കൃഷിക്കാർക്ക് പറഞ്ഞു. വയനാട്ടിലെ കൃഷിക്കാര് ഗ്യാരണ്ടി അത്. ഒരു മാന്യമായിട്ട് വർത്താനം പറഞ്ഞില്ല. MLA സാർ ഇന്നലെ വന്നല്ലോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു. ഞാൻ ഉറക്കെ പറഞ്ഞുകൊണ്ട് MLA സാർ ഇന്നലെ വന്നല്ലോ, ആരും ഒന്നും പറഞ്ഞില്ല. ഞാൻ വർത്താനം പറഞ്ഞേക്കാം. നമ്മുടെ വീട്ടിൽ ആരും വന്നാലും ഇവരുണ്ടായിരുന്ന ഒരു ജനറൽ ആയിട്ടുള്ള നിയമമാണ് CRPCയിലുള്ളത്. അതിനുശേഷം വന്നിട്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം വന്നൊരു നിയമമാണ്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു പ്രശ്നം കോടതിയിൽ നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പണ്ട് ചെയ്തതുപോലെ ഇന്ന് അതേ അർത്ഥത്തിൽ പണ്ട് മാരാപാണ്ഡ്യനെ ഇല്ല, നിയമമുണ്ട്, നിലവിലുണ്ട്. ഈ പല വിധികളുള്ളത് കൊണ്ടാണ് പണ്ട് ചെയ്ത പോലെ ഇപ്പൊ ചെയ്യാൻ സത്യം. ഞങ്ങളിപ്പോ അത് മാറ്റണം. കേന്ദ്ര ഗവൺമെന്റ് ആളുകളുടെ കൂടെയല്ലേ എന്താണെന്നറിയോ, അവരുടെ ചേട്ടൻ മരിച്ചപ്പോ ആ ചേട്ടൻ തോക്കൊണ്ട് ചേട്ടൻ വെടിവെക്കാറുണ്ട്. ആ ഒരു ഫോറസ്റ്റ് ഓഫീസിന്റെ ആത്മരക്ഷയ്ക്ക് ഒരു തോക്ക് മുളവടി പോരാ, ഈ പടക്കം പോരാ, ഒരു തോക്കെങ്കിലും കൊടുക്കണം. കേന്ദ്ര സർക്കാരിന്റെ നിയമത്തിൽ ഭേദഗതി വരുത്തണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ടല്ലോ, പ്രകാരം പറഞ്ഞ കാര്യമുണ്ട്. ആ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നിയമസഭ ഏകണ്ഠമായിട്ടല്ലേ ഇത് മാറ്റം. എല്ലാവരും കാര്യം സംഭവിച്ച ഭാവി കാര്യം ഇതുവരെ വെടിവെക്കാൻ പറ്റിയിട്ടില്ല ഈ മനുഷ്യ ഗവൺമെന്റിന്.
ഇതിവിടെ മനുഷ്യർക്ക് ആർക്കാ വില ഇവിടെ ഒരു മനുഷ്യന്റെ പുല്ല് വില ഗവൺമെന്റ് കൊടുത്തേക്കുന്ന ഇവിടെ നമ്മുടെ എഗ്രിമെന്റിന്റെ ഫണ്ടിന്റെ നമ്മുടെ എഗ്രിമെന്റ് അല്ല ഞാൻ കയ്യപ്പില്ല തളരുത് കേട്ടോ. കണ്ടിട്ട് നിൽക്കുന്നവരല്ല അല്ല പിന്നെ അല്ല വനമന്ത്രി സഭയെ പറഞ്ഞായിരുന്നു ഞാൻ വനം സംരക്ഷിക്കാൻ വന്യമൃഗത്തെ സംരക്ഷിക്കാനാണ് എന്ന് അതുകൊണ്ടായിരിക്കും മനുഷ്യർക്ക് വിലയില്ലാത്തത്.